Hello everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഡയറക്റ്റ് വീഡിയോയിൽ കിടക്കാം. നിഫ്റ്റി അനാലിസിസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ഷെയർ ചെയ്യുന്ന ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ ശ്രദ്ധിച്ച് വേണം എല്ലാവരും കൂടി ട്രേഡ് ചെയ്യുക. വേഗം ഫാസ്റ്റ് വീഡിയോ കിടക്കാം. നിഫ്റ്റി അനാലിസിസ് നിഫ്റ്റിനുള്ള നോക്കുകയാണെങ്കിൽ ഈ ഒരു എക്സ്പാൻഡിങ് ട്രയാങ്കിൾ, ടൈപ്പ് ഓഫ് എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ഞാൻ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതുകൊണ്ടോ 1 2 3 4 5 ഇത്. സോ ഇപ്പോൾ നമുക്ക് ബിഗർ ടൈം ഫ്രെയിം മാത്രമേ ഇതിനകത്ത് അനലൈസ് ചെയ്യാനുള്ളൂ. സ്മോൾ ടൈം ഫ്രെയിമിൽ ഞാൻ പോയാൽ പണി കിട്ടും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എക്സാക്ട്ലി ഇപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഫിഫ്ത്തിൻ്റെ ഈ സിംഗിളുടെ 1 2 3 4 5 തന്നെയാണ്. ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ്, ലാസ്റ്റ് ലെഗാണ് ഓൺ ഗോയിങ് ആണ്. സോ അതുകൊണ്ട് സ്മോൾ ടൈം ഫ്രെയിമിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനില്ല. ബട്ട് യെസ്, നമുക്ക് ബിഗർ ടൈം ഫ്രെയിമിൽ വേഗം അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. ബിഗർ ടൈം ഫ്രെയിമിൽ എന്താണ് എനിക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഫ്രം ഹിയർ ബോട്ടം ടു 1 2 3. ഓക്കെ, സോ തേർഡ് ഓൺ ഗോയിങ് ആണോ? യെസ്, എക്സാക്ട്ലി നമുക്ക് പറയാം തേർഡ് ഓൺ ഗോയിങ് ആണ്. കാരണം വെച്ചാൽ ഫസ്റ്റ് വേവിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു. ബട്ട് റൂൾ എന്താ പറയുന്നത് തേർഡ് വേവ് എപ്പോഴും ഗ്യാപ്പ് അപ്പ്, നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതാണ് ഹെൽത്തി, റൈറ്റ്? അതാണ് ഹെൽത്തി തേർഡ് വേവ്. ബട്ട് ഇത് ഗ്യാപ്പ് അപ്പ് ആയിട്ടല്ല, ലൈവ് മാർക്കറ്റിലാണ് ഇത് ബ്രേക്ക് ചെയ്തേക്കുന്നത്. സോ കോഷൻ, എന്തായാലും കോഷൻ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് എപ്പോൾ വേണമെങ്കിൽ ട്രാപ്പ് ചെയ്യാം. ഓക്കെ, കാരണം വെച്ചാൽ തേർഡ് വേവ് സ്റ്റാർട്ട് ആയിട്ട് അതിൻ്റെ 1 2 3 4 5 കംപ്ലീറ്റ് ആയി. ദാറ്റ് മീൻസ് ഇത് ടൈപ്പ് ഓഫ് ഡയഗണൽ പാറ്റേൺ ആണെന്ന് പറയാം. ബട്ട് എക്സ്പാൻഡിങ് ഡയഗണോളിയാണ്. സോ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാനാണ്. എന്ത് കൺഫ്യൂഷനാണ്? റെസിസ്റ്റൻസ് എങ്ങനെ വരുന്നു? നമുക്ക് രണ്ട് ടൈപ്പ് റെസിസ്റ്റൻസ് വരുന്നു. ഇൻ കേസ് ഇത് എ, ഇത് ബി ആൻഡ് സിയുടെ ട്രാപ്പും ആവാം, റൈറ്റ്? എ ബി, ബിയുടെ കൺസൾട്ടേഷൻ കണ്ട നല്ലൊരു കൺസൾട്ടേഷൻ, അതും ആവാം. സോ ആ റെസിസ്റ്റൻസ് 101% ആണ്. ഓക്കെ, 111% ആണ്. 111 പോയിൻറ്റ്സിൻ്റെ റേഷ്യോ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് വരുന്നത് 111 പോയിൻറ്റ്സിൻ്റെ 25,820 നിയർ. ഓക്കെ, സോ ആ ഒരു റേഷ്യോ ഫസ്റ്റ് ഇത് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ കൗണ്ട് ചെയ്ത സിംഗിൾ ഒരു ലെഗ് ഇതാണ്. 1 2 3 4 5 എങ്ങനെ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു 4 to 5 അവിടെ നിന്ന് എക്സ്റ്റൻഷൻ നമ്മൾ ഇടുകയാണെങ്കിൽ, 4 to 5 നമ്മൾ എക്സ്റ്റൻഷൻ ഇടുകയാണെങ്കിൽ അപ്പോഴും ഏകദേശം 141.80% ഇവിടെ വീണ്ടും വരുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ തന്നെ 2-3 റെസിസ്റ്റൻസ് വരുന്നുണ്ട്. സോ ഇൻ ഷോർട്ട് എനിക്ക് പറയാനുള്ളത് എന്താണ് മീൻസ്, നമ്മൾ ശ്രദ്ധിക്കുക ഒരു ഫുള്ള്. യെസ്, ഇതാണ് 101% ആണ്. നോക്കാം, നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. സോ 100 പോയിൻറ്റ്സ്, യെസ്, അത് 101% എക്സാക്ട്ലി. സോറി ഇത് ഫ്രം ഹിയർ ഈ ഒരു ലെഗാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു 4 to ഇതിൻ്റെ ലെഗ് 4 to 5 ഈ ഒരു സിംഗിൾ ലെഗാണ് കേട്ടോ. സോ ആ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ അതും, പിന്നെ ഓവറോൾ മുകളിലത്തെ ആ ഫുള്ളി ലെഗും. സോ രണ്ട് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു റേഷ്യോ കറക്റ്റ് എക്സാക്ട്ലി 800 or 820 അവിടെ വരുന്നുണ്ട് ഈ ഒരു റെസിസ്റ്റൻസ്. ഓക്കെ, പിന്നെ വരുന്നത് വേറെ ഒരു നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ആണ്. അതെങ്ങനെയാണെന്ന് ഇത് നോക്കൂ. ഇവിടുന്ന് 1, ഇവിടുന്ന് ബോട്ടം, ഇവിടെ 0 അല്ല, ഇത് 1, ഇത് 2 and 3 ഓൺ ഗോയിങ് ആണ്. 3 ഓൺ ഗോയിങ് ആണെങ്കിൽ, ഓക്കെ, സോ 3 ഓൺ ഗോയിങ് ആണെങ്കിൽ എക്സ്റ്റൻഷൻ ഫിബൊനാച്ചി വെച്ചിട്ടുള്ളത് നമ്മൾ എടുക്കാറുള്ളൂ. ഓക്കെ, ഫ്രം ബോട്ടം ടു ടോപ്പ്. ഓക്കെ ഒരു മിനിറ്റ്. ഫ്രം ബോട്ടം, ഇതാണ് ബോട്ടം, ഫ്രം ബോട്ടം ടു ടോപ്പ്. ഓക്കെ, സെക്കൻഡ് വേവ് ആൻഡ് തേർഡ് വേവ്. ആ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വീണ്ടും ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട് 25,850 നിയർ. ഓക്കെ, പ്രോപ്പർലി ഇത് വെച്ച് നോക്കണം, എക്സാക്ട്ലി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കണ്ടോ? യെസ്, തേർഡ് വേവിൻ്റെ എക്സ്റ്റൻഷൻ ഫിബൊനാച്ചി വെച്ചിട്ടാണ്. സോ ആ ഒരു ഏരിയ നല്ല ഒരു ഹേർഡലാണ്. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ശ്രദ്ധിക്കാൻ മാത്രമേ പറയുള്ളൂ. സ്ട്രക്ചർ ഫുൾ ബുള്ളിഷാണ്, നോ ഡൗട്ട്. സോ ബട്ട് യെസ്, ആ ഒരു ഏരിയയിൽ സ്ട്രക്ചർ ഒത്തിരി റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ 1 2 3 4 5 ഇവിടെ 5ഉം കംപ്ലീറ്റ് ആവുന്നുണ്ട്. 5 മീൻസ് തേർഡിൻ്റെ 1 കംപ്ലീറ്റ് ആവുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, പിന്നെ അതിൻ്റെ റീട്രേസ്മെൻറ്റ് ആൻഡ് ദെൻ ഫെർദർ അപ്സൈഡ് കിട്ടുവാണെങ്കിൽ വെരി കൂൾ അപ്സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി പറയുന്നത് സ്മോൾ ടൈം ഫ്രെയിമിൽ ജസ്റ്റ് ഒന്ന് പറയാനുള്ളത് എന്താണ്, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എക്സ്പാൻഡ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. രണ്ടാഴ്ചയായി, ഐ തിങ്ക് ഈ ഒരു 2-3 ആഴ്ചയായിട്ട് ഞാൻ ഷെയർ ചെയ്തായിരുന്നു. സോ പെർഫെക്റ്റ്ലി റിജക്ഷൻ ആൻഡ് ദെൻ ഇവിടെയും വീണ്ടും എക്സാക്ട്ലി ഒരു റിജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ട പ്രൈസ്. ഓക്കെ, സോ മേ ബി ഒരു റിട്രേസ്മെൻറ്റ് താഴെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, സോ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് യെസ്, ഇവിടെ എന്താ കാണുന്നത്, എനിക്ക് എ ബി ആൻഡ് സിയുടെ ഫോൾ താഴേക്ക് റിട്രേസ്മെൻറ്റ് കിട്ടുമോ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഇത് നോക്കുക, അവിടെ എ ബി സിയുടെ ഫുൾ
എ ബി ഓക്കെ ഇവിടെ വരായി ഓക്കെ എക്സാക്ട്ലി നോക്കുക ശ്രദ്ധിക്കുക സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ആണ് ഇത് ഇവിടെ നിന്ന് ഇവിടെ വരെ ഇത് എ ഇത് ബിയുടെ ബൗൺസ് ആണ് ബിയുടെ ബൗൺസ് എത്ര വരാറുള്ളൂ 81.20% അല്ലേ നോക്കുക എക്സാക്ട്ലി പിൻ പോയിൻറ്റ് 81.20% ആണ് അന്ന് വന്നത് എക്സാക്ട്ലി 81.20 സോ ഇത് 3 മൂവ്സിലാണ് വന്നത് സോ എ കൗണ്ട് ചെയ്യുക ഇത് ബി കൗണ്ട് ചെയ്യുക സിയുടെ ഫോൾ മേ ബി നമുക്ക് താഴേക്ക് കിട്ടാനുള്ള ചാൻസസ് റിട്രേസ്മെൻറ്റ് റീട്രേസ്മെൻ്റ് ആണ് മേ ബി കിട്ടാനുള്ള ചാൻസസ് നമുക്ക് ഉണ്ടാകും ആ കേസിൽ എന്ത് ചെയ്യുക ഓപ്പണിങ്ങിൽ ഡിപ്പെൻഡാണ് മൺഡേ ഓപ്പണിംഗ് എങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് അതൊന്നും പറയാൻ പറ്റത്തില്ല ഓപ്പണിംഗ് നമുക്ക് നോക്കണം ഓക്കെ സോ ഓപ്പണിംഗ് എങ്ങനെയാണ് ഓക്കെ സോ എങ്ങനെയാണെങ്കിൽ സിയുടെ ഫർദർ ലെവൽസ് നമുക്ക് ഇങ്ങനെ കിട്ടും ഓക്കെ ഇത് എക്സ്റ്റൻഷൻ ഫിബൊനാച്ചി ഇങ്ങനെ വെച്ചാൽ മതി ഓക്കെ സോ ഫർദർ ലെവൽസ് ഇങ്ങനെ കിട്ടും സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയ വരെ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് മിനിമം എന്തായാലും ഉണ്ടാകും ഓക്കെ അത് ഏത് സിറ്റുവേഷനിലാണ് മീൻസ് പ്രൈസ് 750 ഇതിൻ്റെ അബവ് പോയില്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഇതിൻ്റെ അബവ് തന്നെയാണെങ്കിൽ പിന്നെ ഫർദർ ബുളിഷ്നെസ് ആണ് ഓക്കെ ഗ്യാപ്പ് അപ്പ് 750 അബവ് തന്നെയാണെങ്കിൽ ഫർദർ ബുളിഷ്നെസ് സ്റ്റാർട്ട് ചെയ്യും ഈസിലി നമുക്ക് ഫർദർ അപ്പ് മൂവ് നമ്മൾ പറഞ്ഞ ഇതും പിന്നെ ഇതൊക്കെ എല്ലാം മൂവ്സ് നമുക്ക് കമ്മിങ് ടൈമിൽ കിട്ടും ഈസിലി ഓക്കെ ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് നെഗറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ താഴത്തെ കുറച്ച് റേഷ്യോസ് നമുക്ക് വീണ്ടും കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും ശ്രദ്ധിച്ച് മൺഡേ പ്ലേ ചെയ്യണം ഇത് പറയാൻ വേണ്ടി മാത്രമേ ഞാൻ ഇന്ന് വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് ഒത്തിരി സപ്പോർട്ട് കിട്ടുന്നില്ല ഭയങ്കര ലൈക്സും കമൻറ്റ്സും വളരെ കുറവാണ് സോ എനിക്ക് വീക്കെൻഡിൽ വലിയ താല്പര്യം ഉണ്ടാക്കണം ബട്ട് കുറച്ച് പേര് എന്തായാലും വെയിറ്റിങ്ങിലുണ്ടാകും എപ്പോഴും അതുകൊണ്ടാണ് ഞാൻ ഈ മസ്റ്റായിട്ട് ഒരു വീഡിയോ നമ്പർ ഷെയർ ചെയ്തേക്കാം ഓക്കെ അവർക്കൊരു വീഡിയോ ഇതുള്ളതാണ് എല്ലാവർക്കും സോ കാണുന്ന ആളുകൾ മേ ബി 5-10 പേർ ഐ തിങ്ക് പ്രോപ്പർലി ഇത് ഫോളോ ചെയ്യുന്നുള്ളൂ സോ അവർ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കണ്ട നമുക്ക് ഇനി ഫർദർ ബാനിഫ്റ്റി അനാലിസിസ് നടക്കാം ഓക്കെ ഇലക്ട് വേവ് ഈസി അല്ല ഇലക്ട് വേവ് ഭയങ്കര ടഫായിരിക്കും കാരണം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഈ ആളുകൾ ഉണ്ടല്ലോ ന്യൂ കപ്പിൾസ് ഒത്തിരി പേര് അവരുടെ വിചാരം ഭയങ്കര ഈസി ആയിരിക്കും നമുക്ക് ഈസിലി സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുക്കാം പ്രോഫിറ്റിൽ നമുക്ക് ഇറങ്ങാനാണ് പക്ഷേ മാർക്കറ്റ് ടഫസ്റ്റ് പാർട്ടാണ് മാർക്കറ്റിൻ്റെ ഇപ്പോൾ നടക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൻ്റെ എക്സ്റ്റൻഷൻ ആയാലും പിന്നെ ചില സമയത്ത് ഒന്നും കിട്ടാതെ നമുക്ക് മാർക്കറ്റ് ഫുൾ ഡേ നമ്മുടെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും എന്ന് പറയാം കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ട്രാപ്പി മാർക്കറ്റ് ഇപ്പോൾ നടക്കുന്നുണ്ട് നമ്മൾ പൊസിഷൻ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കൊന്നും കിട്ടിയേക്കില്ല മാർക്കറ്റിൽ നിന്ന് സോ സ്കാൽപ്പ് ചെയ്യുക എലിറ്റ് വേ ബേസ് സ്റ്റോറിയിൽ പിൻ പോയിൻറ്റ് സ്കാൽപ്പ് നമുക്ക് കിട്ടാറുണ്ട് ട്രൈ ചെയ്യണം ഇത്തിരി കഴിയുമ്പോൾ അത് കുറച്ചുകൂടി ബെറ്റർ ക്ലിയറിറ്റി കിട്ടും SL ചെറുതായിരിക്കും റിവാർഡ് കൂടുതൽ കിട്ടും അതാണ് സോ ഒന്നുകൂടി എല്ലാവരും കൂടി ശ്രദ്ധിക്കാം ബാനിഫ്റ്റി അനാലിസിസ് കിടക്കുന്ന മുന്നേ നമുക്ക് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഒരു ചെറിയൊരു ലേണിംഗ് കാരണം ഇത്ര നിങ്ങൾ കണ്ടല്ലോ എൻ്റെ മെയിൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടി മാത്രമേ എനിക്ക് ഒരു ചെറിയൊരു ലേണിംഗ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു ഞാൻ ഒത്തിരി ദിവസമായി ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു എന്തായാലും ഈ വീഡിയോ തന്നെ ഞാൻ ഷെയർ ചെയ്തേക്കാം ഒരു ലേണിംഗ് ആണ് ചെറിയൊരു ലേണിംഗ് ശ്രദ്ധിക്കുക എല്ലാവരും കൂടി നമ്മുടെ 1 2 3 5 ഇമ്പൾസ് നമ്മുടെ ഉണ്ടല്ലോ ഓക്കെ ബാക്കി എല്ലാവരും ജസ്റ്റ് എനിക്ക് തോന്നുന്നു ലെവൽസ് നോക്കാൻ വേണ്ടി മാത്രമേ വരുന്നുള്ളൂ അവരതുകൊണ്ട് ലൈക്ക് ആരും ചെയ്യുന്നില്ല സോ ഞാൻ ഓർത്തു ഇനി സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് തന്നെ ഞാൻ ഷെയർ ചെയ്തേക്കാം ഓക്കെ സോ അതാണ് ഈ ഒരു ലേണിംഗ് ആണ് ശ്രദ്ധിക്കുക എല്ലാവരും ഈ ഒരു സെക്കൻഡ് ഫോൾ ഉണ്ട് സെക്കൻഡ് ഫോൾ ആൻഡ് ഫോർത്തിൻ്റെ ഫോൾ ഓക്കെ സെക്കൻഡ് ഫോൾ ആൻഡ് ഫോർത്തിൻ്റെ ഫോൾ നമ്മൾ എന്ത് പറയുന്നത് അത് ഫസ്റ്റ് ഒരു മേജർ വേവിൻ്റെ ഇൻറ്റേർണൽ മൂവ്സ് ആണ് അങ്ങനെ നമ്മൾ പറയാറുള്ളൂ ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന സെക്കൻഡ് വേവ് കഴിഞ്ഞ് പിന്നെ വരുന്ന ഫോളില്ലേ അത് ഡിഗ്രിഡ് ഫോൾ അല്ലേ നമ്മൾ പറയണത് ഡിഗ്രിഡ് ഓക്കെ മീൻസ് മേജർ സെക്കൻഡ് വേവ് ഇത് ഫുള്ള് 1 വേവ് ഇത് സെക്കൻഡ് വേവ് അങ്ങനെയല്ലേ പറയണത് ഫുൾ സോ എൻ്റെ അടുത്ത് ഒരു പേഴ്സണലി ഒരാൾ ചോദിച്ചായിരുന്നു അങ്ങനത്തെ ഒരു ഡൗട്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും ഷെയർ ചെയ്തേക്കാന്ന് കൊടുത്തു ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ദാറ്റ് മീൻസ് ഈ ഫസ്റ്റ് വേവ് കംപ്ലീറ്റ് ആൻഡ് ഈ ഫോൾ വന്നത് സെക്കൻഡ് വേവിൻ്റെ ഫോൾ ആണോ എന്ന് ഓക്കെ സെക്കൻഡ് വേവിൻ്റെ ഫോൾ ആണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും മീൻസ് 1 ഡിഗ്രി കംപ്ലീറ്റ് ആയി സെക്കൻഡ് ഡിഗ്രി ഫോൾ ആണോ ഇല്ല എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ദാറ്റ് മീൻസ് ഈ ഫസ്റ്റ് വേവിൻ്റെ പാർട്ടല്ല എന്ന് ഓക്കെ സോ ഈ ഒരു ഫോൾ ഉണ്ടല്ലോ ഫസ്റ്റ് വേവിൻ്റെ ഫോൾ ആൻഡ് ഫോർത്തിൻ്റെ ഫോൾ ഈ രണ്ട് ഫോൾ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഞാൻ പറയട്ടെ ഇത് എത്രയാണ് ഒരു 2% ഫോളാണെന്ന് വിചാരിച്ചു ഓക്കെ ഏത് സെക്കൻഡ് ഫോൾ ആൻഡ് ഇതിൻ്റെ ഫോൾ എത്രയാണ് ഇത് ഓൾമോസ്റ്റ് 2% ആണ് ഓക്കെ 2 എത്രയായി 4% ആയി ഓക്കെ 2 എത്രയായി 4% ആയി സോ നെക്സ്റ്റ് ഈ വരുന്ന ഫോളില്ലേ ഡിഗ്രിയുടെ ഫോൾ അത്
അത് എത്ര ആകും? മിനിമം 4% ആൻഡ് മിനിമം 4 and 12% and 16%. ഓക്കെ, ദാറ്റ് മീൻസ് ഈ രണ്ട് ഫോളിൽ ഈ രണ്ടിന് നമ്മൾ കൂട്ടുവാണെങ്കിൽ, ഒരുമിച്ച് നമ്മൾ കൂട്ടുവാണെങ്കിൽ, ദാറ്റ് മീൻസ് പ്ലസ് ചെയ്യുകയാണെങ്കിൽ 4% and 4% 8% ആയി. സോ ഈ വരുന്ന ഡിഗ്രിയുടെ ഫോൾ അത് മിനിമം 8%. ഒറ്റ ഒരു ഫോൾ, ഈ കറക്ഷൻ, സെക്കൻഡ് ഡിഗ്രിയുടെ ഫുൾ കറക്ഷൻ ഇത് മിനിമം 8% തന്നെ ഉണ്ടാവണം, ഓർ 12% ഉണ്ടാവണം. ദാറ്റ് മീൻസ് 1.5% ഓർ 1.5 times extra or 2 times extra. ഓക്കെ, ഈ ഫോളിനേക്കാളും ഒപ്പം അല്ലെങ്കിൽ 1.5 time കൂടുതൽ ഓർ 2 times കൂടുതൽ ഉണ്ടാവണം. അപ്പോഴാണ് നമുക്കത് പിക്ചർ ക്ലിയർ ആവും. ദാറ്റ് മീൻസ് ഇത് സെക്കൻഡ് ഡിഗ്രിയുടെ ഫോളാണ്, അല്ലെങ്കിൽ മേജർ സെക്കൻഡ് വേവിൻ്റെ ഫോളാണ്. ഇതിൻ്റെ ഫുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അപ്കമിങ് ടൈമിൽ ഞാൻ തരാം, ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും റെഗുലർ വ്യൂവേഴ്സ്ക്ക് വേണ്ടി മാത്രമേ അതായിരിക്കുള്ളൂ. കാരണം ബാക്കി എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒന്നും ചെയ്യുന്നില്ല. നല്ല ഒരു രസമുള്ള ഒരു വീഡിയോ ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഷെയർ മാർക്കറ്റിൻ്റെ ഒത്തിരി സീക്രട്സ് ഒക്കെ ഉണ്ട്. അത് എലിറ്റ് വ്യൂ ചൊരിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്, എലിറ്റ് വ്യൂ ചൊരി പഠിക്കുക. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റും ഈ ഫോൾ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന്. മാർക്കറ്റിൻ്റെ ഒരു ഹിഡൻ സീക്രട്ട് ആണെന്ന് പറയാത്. ഈ ഫോൾ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് നമുക്കത് അറിയാൻ പറ്റും. ദാറ്റ് മീൻസ് 1 ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ട് സെക്കൻഡ് ഡിഗ്രി ഓൺ ഗോയിങ് തന്നെയാണ്. ഇനി ഫോൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഫോൾ വരും, നമ്മൾ കൈയിടേണ്ട ആവശ്യമില്ല ഇതിനകത്ത്. ഓക്കെ, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഓക്കെ, സോ പിന്നെ അതിന് ഐ തിങ്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. നമ്മുടെ ഡൗട്ട് ചോദിച്ച ഒരു ചെറുക്കൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്. സോ ഞാൻ ഓർത്തു എല്ലാവർക്കും ഒരുമിച്ച് അങ്ങനെ പറഞ്ഞു കൊടുത്തേക്കാന്ന് ഓർത്തു കേട്ടോ. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കട്ടെ. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാൻ വേഗം. ബാങ്ക് നിഫ്റ്റി ഇതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് ഡയഗണൽ, കാരണം വെച്ചാൽ അത് സ്റ്റിൽ 1 2 3 4 ഈ റീറ്റേഴ്സ്മെൻറ്റ് 5th ഓൺ ഗോയിങ് ആണ്. 5th തേർഡ് വേവിൻ്റെ ഹൈ സപ്പോർട്ടാണ് ഇത് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. നല്ല ബുളിഷ, നോ ഡൗട്ട്, ഒരു ബുളിഷ്നെസ്സിൽ ഒരു ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഓക്കെ സോ ഇവിടുന്ന് ഫുൾ നോക്കുകയാണെങ്കിൽ 1 2 സ്റ്റിൽ തേർഡ് ഓൺ ഗോയിങ് ആണ്. തേർഡ് മേജർ വേവ് തേർഡ് ഓൺ ഗോയിങ് ആണ് സ്റ്റിൽ കേട്ടോ. 1 2 and 3 റെസിസ്റ്റൻസ് നോക്കിക്കോ. എക്സാക്ട്ലി ഇങ്ങനെ വേണം റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ. പിൻ പോയിൻറ്റ് മീൻസ് ഓൾമോസ്റ്റ് അത് തന്നെ, അല്ലെങ്കിൽ ഇടയ്ക്കുന്നല്ല, അവിടെ നിന്ന് തന്നെ മാർക്കറ്റ് റിജക്ഷൻ തരുള്ളൂ കേട്ടോ. സോ 161.80% ഇതാണ് റെസിസ്റ്റൻസ്, നല്ല റെസിസ്റ്റൻസ് ആണ് വരുന്നത് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ. ഓക്കെ, അതിൻ്റെ അബവ് പിന്നെ ഇതാണ് അതിൻ്റെ ഫുർദർ റെസിസ്റ്റൻസ്. ഓക്കെ, സോ ഇത് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ആയി. സോ ദാറ്റ് മീൻസ് സ്റ്റിൽ തേർഡ് വേവിൻ്റെ ആണ്. തേർഡ് വേവിൻ്റെ പാർട്സ് നോക്കിക്കോ എത്രയാണ്, ഏതാണ് നടക്കുന്നത്. ഇപ്പോൾ 1 2 3 4 and 5 ഫിഫ്ത്തിലേക്ക് ഓൺ ഗോയിങ് ആണ്. ഓക്കെ, സോ ഈ ലെവൽസൊക്കെ ഡിലീറ്റ് ചെയ്തേക്കാം. ഇതൊക്കെ ഇരിക്കട്ടെ. ഇത് മേജർ ഫസ്റ്റിൻ്റെ ഹൈ ആണ്, ഫസ്റ്റ് വേവിൻ്റെ ഹൈ. ഇത് തേർഡ് വേവിൻ്റെ ഹൈ, ഇൻറ്റേർണൽ തേർഡിൻ്റെ ഹൈ ആണ് അത്. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിമിൽ നിന്ന് നോക്കുവാണെങ്കിൽ യെസ്, ഇത് ഒരു ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് ആണ് കേട്ടോ. ഡബിൾ ടോപ്പ് പോലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഏരിയ. അപ്പോൾ ഇതിൻ്റെ അബവ് പോയാലേ ഈ ഒരു ടാർഗറ്റ് കിട്ടുകയുള്ളൂ. സോ ലിമിറ്റഡ് ടാർഗറ്റാണ്, മുകളിലേക്ക് ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ ഇതിലും 5th തന്നെ ഞാനിപ്പോൾ കാണുന്നത്. തേർഡിൻ്റെ 5th ഇത് കണ്ടോ, തേർഡിൻ്റെ 1 2 3 4 and 5. ഇനി വരുന്ന ഫോൾ ഫോർത്ത് ഡിഗ്രിയുടെ ഫോൾ ആയിരിക്കും, റൈറ്റ്. 4th ഡിഗ്രിയുടെ ഫോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒപ്പം. ഓക്കെ, ബാക്കി വീഡിയോസ് എല്ലാവരും കണ്ടോളൂ, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ലേണിംഗ് വീഡിയോസ് കാണണം, അപ്പോഴേ ശരിക്കും മനസ്സിലാവുള്ളൂ എന്താ നടക്കുന്നത് മാർക്കറ്റിൽ, എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൂവ്സ് നടക്കാറുള്ളൂ കൂടുതൽ. ഓക്കെ, ലേണിംഗ് വീഡിയോസ് കണ്ടാലേ ശരിക്കും പ്രോപ്പർ ആവുള്ളൂ. ഞാൻ ഉണ്ടാക്കിയിട്ടും ആളുകൾ കാണുന്നില്ലെങ്കിൽ പിന്നെ അത് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ വേസ്റ്റ് ആയി പോയല്ലോ. സോ എല്ലാവരും മസ്റ്റായിട്ട് ഇത് കാണുന്നത്. സെൻസെക്സ് നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിനകത്തും ഇതേ ഒരു ഇത് വരച്ചേക്കാം വേഗം. ഇറ്റ്സ് ഗുഡ്. ഇതിനകത്തും ഓക്കെ, ആൻഡ് ഇവിടെയും ഒരു ഇതാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇവിടുന്ന് ഫർദർ നിഫ്റ്റി ആയാലും സെൻസെക്സ് ആയാലും ഫർദർ ഇവിടുന്ന് റിജക്ഷൻ തരുവാണെങ്കിലുണ്ടല്ലോ, ആ റിജക്ഷൻ ശരിക്കും ആസ് പെർ ദിസ് പാറ്റേൺ ഈ റിജക്ഷൻ ഷാർപ്പ് വരണം. ഷാർപ്പ് എവിടെ വരെ വരണം അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ പറയാം. അപ്പോഴല്ലേ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഷാർപ്പ് വരണം. ആ ഫോൾ വരുവാണെങ്കിൽ ആദ്യം റിജക്ഷൻ വരട്ടെ, ഇതുവരെ റിജക്ഷൻ കാണുന്നില്ല. വരുമ്പോഴത്തേക്ക് ഷാർപ്പ് വരണം താഴത്തേക്ക്. ഓക്കെ, ആ ലെവൽസ് റെഗുലർ വ്യൂവേഴ്സ്ക്കൊക്കെ ലെവൽസ് അറിയാമല്ലോ. പക്ഷേ ഇതൊരു മേജർ ലെവലുണ്ട്. ഞാൻ അപ്കമിങ് വീഡിയോ മീൻസ് മൺഡേ വരുന്ന വീഡിയോയിൽ കവർ ചെയ്യാം. മൺഡേ ഒരു ദിവാലിയുടെ ഹോളിഡേ, ദിവാലിയുടെ ഹോളിഡേ ഉണ്ടല്ലോ, ആ സമയത്ത് ഞാൻ കവർ ചെയ്യാം കേട്ടോ.
മീൻസ് എക്സാക്ട്ലി പ്രോപ്പർലി അത് എവിടെ വരെ വരേണ്ടതാണ് ആ ഷാർപ്പ് വരണം ആൻഡ് ഷാർപ്പ് തന്നെ തിരിച്ച്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫർദർ റെസിസ്റ്റൻസ്. നമുക്ക് മാർക്ക് ചെയ്തേക്കാം ഇതിൻ്റെ. യെസ്, ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്തേക്കാം. സോ വരുന്നത് 100% റേഷ്യോ. ദെൻ ഇതായി. ആൻഡ് ഇത് കിടക്കുന്നത് 141.80%. അവിടെയാണ് ഇതിൻ്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസ്. ഓക്കെ, ആൻഡ് പിന്നെ വരുന്നത് 161.80%. ഓക്കെ, ഇതിനകത്തും അതുപോലെ തന്നെയാണ്, ചേഞ്ചസ് ഒന്നുമില്ല. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഫോർദർ അപ്സൈഡ് ഐ തിങ്ക് കാണുന്നുണ്ട്. ഇത് നമ്മൾ കൗണ്ട് ചെയ്തത് ഐ തിങ്ക് ABC ആയിട്ടാണ്. സോ ഇതിൻ്റെ A, B and C ഓൺ ഗോയിങ് ആണ്. സോറി, A, B, C ഓൺ ഗോയിങ് ആണ്. അതിൻ്റെ 1, 2, 3 ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ഈ ബോട്ടം പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ, തേർഡ് ഡിഗ്രി ഓൺ ഗോയിങ് ആണ്. സോ ഇതിൻ്റെ അപ്പമാണ് ഫേർദർ അപ്സൈഡ് നമുക്ക് കിട്ടുള്ളൂ. സോ ഇവിടെ ഇനി നമ്മൾ വരുന്നത് സെക്കൻഡ് ഡിഗ്രിയുടെ സപ്പോർട്ട് ഇതാണ്. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല അപ്കമിങ് ടൈമിൽ. അതാണ് നമ്മുടെ നല്ല ഒരു മേജർ സപ്പോർട്ട്. സോ സെക്കൻഡ് ഡിഗ്രിയുടെ എൻട്രിയുള്ള മൂവ്സ് നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 and 5 അത് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഐ തിങ്ക് അത്. ഓക്കെ, ബട്ട് എന്താണ്, പ്രൈസ് കണ്ട ചാനലിൻ്റെ അകത്താണ്. ആ ചാനൽ എക്സ്പാൻഡിങ് ചാനലാണോ ഇല്ല എന്ന് നമുക്കത് എപ്പോഴും കൺഫർമേഷൻ കിട്ടും. ഇത് കണ്ട ടൈപ്പ് ഓഫ് എക്സ്പാൻഡിങ്ങിലേക്കാണ്. സോ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്ക് മാത്രമേ പ്രോപ്പർലി ഇതിൻ്റെ ബിലോ പ്രൈസ് പോയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദാറ്റ് മീൻസ് പ്രൈസ് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി ആൻഡ് എന്തായി ഇനി ഇതിൻ്റെ മേജർ 1 ആയി സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്, ഫിഫ്ത്ത് ആയിട്ടുണ്ടെങ്കിൽ ഫർദർ നമുക്ക് മൂവ് കിട്ടും. ഓക്കെ, സോ ഇനി നോക്കാനുള്ളത് ഈ ഒരു ലെഗ് മാത്രമേ ഉള്ളൂ. ഇത് റെസിസ്റ്റൻസ് ആണ്. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്ക് വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യും. അത് സെക്കൻഡ് ഫോൾ വരും, സെക്കൻഡ് ഡിഗ്രി. ഈ ഒരു ലെഗ് മാത്രം കൗണ്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, സോ അത് നോക്കാനാണെങ്കിൽ ഇനി മൺഡേ ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ആണോ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ഈ ലെവൽസ് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രൈസ് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ തന്നെയാണെങ്കിൽ 50%, 61.80% and 81.20% മാക്സിമമേ വരാറുള്ളൂ. ഓക്കെ, പിന്നെ ബാക്കിയെല്ലാം ഫുള്ള് വീഡിയോസ് എല്ലാവരും കാണുന്ന ലേണിംഗ് വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട് ഈ ചാനലിൽ. പ്ലീസ് എല്ലാവരും അത് കാണണം. കാണുവാണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി ലിറ്റ് വ്യൂ തിയറി എന്താണ് അത് പിടികിട്ടുള്ളൂ. അതിൻ്റെ ഒത്തിരി വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കുറേ മൂവ്സ്, ഇൻറ്റേർണൽ മൂവ്സ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റും, ഇൻട്രഡേ ബേസിസിൽ നമുക്ക് എങ്ങനെ ഒരു ലെവൽസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ലെവൽസ് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും അത് നമുക്ക് അതിനകത്ത് എക്സാക്ട്ലി ആ ഫുൾ വീഡിയോസ് നമുക്ക് കിട്ടും. ഓക്കെ, ഞാൻ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തേക്കാം. എല്ലാവരും കൂടി ആ ലിങ്കിൽ കയറി ആ വീഡിയോ ഫുൾ കാണണം. നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ എന്തായാലും ചെയ്തേക്കാം കേട്ടോ. താങ്ക് യു.